തന്ത്രസമുച്ചയ പഠനവുമായി ബന്ധപ്പെട്ട് സപര്യാഹൃദയം അതിലെ 6 ശ്ലോകങ്ങളുടെ അർത്ഥം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി 7ാമത്തെ ഒരു ശ്ലോകമാണുള്ളത്. പുരുഷോ ഭഗവാനിഹോപചാര പ്രകൃതി കാലതനുസ്വയം ച കർത്ത ഹവനാദിഷു സാധ്യതാ ച കർത്തു ഫലഭാക്തൃവേന ഭവത്യുപാധിഭേദാത്. ഇഹ ഹവനാദിഷു ഭഗവാൻ പുരുഷ ഉപഹാര പ്രകൃതി കർത്ത കാലതനു സ്വയം ച സാധ്യതാ ച കർത്തു ഭവതി. സാ കർത്തു ഫലഭാക്ത്വേന ഉപാധിഭേദാത് ഭവതി. അപ്പൊ ഇവിടെ പുരുഷ ഭഗവാൻ ഇഹ ഉപചാര പ്രകൃതി കാലതനു സ്വയം ച കർത്ത ഹവനാദിഷു സാധ്യതാ ച കർത്തു ഫലഭാക്ത്വേന ഭവതി ഉപാധിഭേദാൽ. ഇങ്ങനെയാണ് പദങ്ങൾ വരിക. അപ്പൊ ഇവിടെ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരെയാണോ പൂജിക്കുന്നത് ആ ആളാണ് ഭഗവാൻ, പൂജ്യൻ എന്നർത്ഥം. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹോമം, പൂജ അങ്ങനെയൊക്കെ വരുന്നതില് ഹോമാദികളിലുള്ള പൂജ്യൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണ് പൂജ്യൻ ആയിട്ട് വരുന്നത്. അതായത് ഇഹ ഹവനാദിഷു ഭഗവാൻ പുരുഷ. അപ്പൊ ഇവിടെ ഭഗവാനാണ് പൂജിക്കപ്പെടുന്ന ആള് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭഗവാൻ പുരുഷനാണ് എന്ന് പറയാണ്. പൂജാദ്രവ്യം എന്ന് പറഞ്ഞാൽ എന്താ? പ്രകൃതിയാണ് പൂജാദ്രവ്യം. പ്രകൃതിയാണ് പൂജാദ്രവ്യം. ഇവിടെ പറയുന്നത് വലിയ പുരുഷൻ അല്ലെങ്കിൽ പരമാത്മാവ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാവം, അതാണ് ഭഗവാൻ എന്ന് പറയുന്നു. അതിനോട് അനുബന്ധമായിട്ട് ആ ഭഗവാനോട് എന്ന് പറയുന്നില്ല, ആ പരമാത്മാവിനോട് അനുബന്ധമായിട്ട് വരുന്ന ഒരു പ്രകൃതി ഉണ്ടാവും. മൂലപ്രകൃതി എന്നൊക്കെ പറയുന്ന പ്രകൃതി ഉണ്ടാവും. ആ പ്രകൃതിയെയാണ് ഈ പൂജാ സംവിധാനത്തില് ഭഗവാൻ പുരുഷനാകുമ്പോ ആ ഭഗവാന് വേണ്ട പൂജാദ്രവ്യങ്ങളൊക്കെ അതിനൊക്കെ പ്രകൃതി എന്ന് പറയാം. അതൊക്കെ പ്രകൃതിയാണ്. പൂജിക്കുന്നയാളാരാ? പൂജിക്കുന്നത് കാലാത്മാവ് ആയിട്ടുള്ള പുരുഷൻ തന്നെ. പൂജിക്കുന്നയാളും പുരുഷൻ തന്നെയാണ്, പക്ഷെ അത് കാലാത്മാവായിട്ടുള്ള പുരുഷനാണ് എന്ന് മാത്രം. കാലത്തിനൊക്കെ പാത്രി ഭവിക്കുന്നതായിട്ടുള്ള പുരുഷൻ. ആ പുരുഷൻ അത് കർത്താവിന് പൂജാഫല ഭോക്തൃത്വ രൂപമായ ഉപാധി കൊണ്ട് വരുന്നതും ആണ്. അപ്പൊ ഇങ്ങനെ ഈ പുരുഷനാണ് എന്ന് പറയാൻ കാരണം എല്ലാവരും ഇതേപോലത്തെ കാലാത്മാവായ പുരുഷനായിക്കൊള്ളണം എന്നില്ല. ഇവിടെ ഏത് പുരുഷനാണ് കാലാത്മാവായിട്ടുള്ളത്? ഈ പൂജ ചെയ്യുന്ന കർത്താവ് ആയിട്ടുള്ള ആള് ഈ പൂജയുടെയൊക്കെ ഫലം, ആ പൂജയുടെയൊക്കെ ഫലത്തെ അനുഭവിക്കുന്ന ആളാണ്. അതിന് പറ്റുന്ന തരത്തിലുള്ള രൂപത്തോട് കൂടിയ ആളാണ്. ഭോക്തൃത്വമായിട്ടുള്ള രൂപം, അതായത് പൂജയുടെ ഫലം അനുഭവിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ്. ആ വലിയൊരു പൂജയാണല്ലോ, ആ പൂജയുടെ ഫലം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ പൂജ ചെയ്യുന്ന കർത്താവ്, ആ കർത്താവിനും ഒരു ഗ്രേഡ് കൂടും. അപ്പോഴാണ് ആ പൂജകൻ കാലാത്മാവായിട്ടുള്ള പുരുഷനായിട്ട് മാറുന്നത്. കാലസ്വരൂപിയായിട്ടുള്ള സാക്ഷാൽ ആത്മാവ് തന്നെയായിട്ട് മാറും.
അത് ഇങ്ങനെ പൂജിക്കുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അർത്ഥം. ഇതിന്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അഖണ്ഡമായിട്ടുള്ള ചൈതന്യം. ചൈതന്യം എന്ന് പറഞ്ഞാൽ അഖണ്ഡമാണ്. അതായത് ഒരിക്കലും നശിക്കാത്ത ചൈതന്യത്തോടു കൂടിയ ഒരു ഭാവം. ഭാവം എന്ന് പറയണ്ട, അതാണ് സാക്ഷാൽ. അതിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ശിവൻ എന്ന് ശൈവന്മാർ പറയും, പുരുഷൻ എന്ന് വൈഷ്ണവന്മാർ പറയും. അങ്ങനെയുള്ള ആ മൂലമായിട്ടുള്ള സ്വരൂപം എന്നർത്ഥം. ആ വിരാട് പുരുഷന്റെ ഒക്കെ അതീതമായിട്ടുള്ള, അല്ലെങ്കിൽ ആ വിരാട് പുരുഷനുമായിട്ട് ബന്ധമുള്ള ആ സ്വരൂപം, അതാണ് പുരുഷൻ. ആ പുരുഷനിൽ നിന്നും ചില കാരണങ്ങളെ കൊണ്ട്, പുരുഷന്റെ തന്നെ ആഗ്രഹം അനുസരിച്ച് ആ പുരുഷനിൽ നിന്നും വേർതിരിഞ്ഞു വരുന്ന ഒരു കാരണം, മൂലകാരണം, അതാണ് പ്രകൃതി. മൂലപ്രകൃതി എന്നൊക്കെ പറയുന്നത്. മൂലകാരണമായിട്ടുള്ള എന്തോ ഒരു കാരണം കൊണ്ടാണ് ആ പുരുഷനിൽ നിന്നും, വിരാട് പുരുഷനിൽ നിന്നും അല്ലെങ്കിൽ പരമാത്മാവിൽ നിന്നും ഈ പ്രകൃതി എന്നുള്ളത് ഒന്ന് വേറെ ആയിട്ടുള്ളത്. വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പ്രകൃതിയെ പുരുഷൻ തന്നെയാണ് സൃഷ്ടിച്ചത് എന്ന് പറയാം. പുരുഷന് ഒരാഗ്രഹം തോന്നുന്ന സമയത്ത്, എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നുമ്പോഴാണ് ഈ പ്രകൃതിയെ, ശക്തിയെ സൃഷ്ടിക്കുക. ആ ശക്തിയുടെ കഴിവ് കൊണ്ടാണ് പിന്നെ എല്ലാ തരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാവുന്നത്. അപ്പോ സൃഷ്ടികളുടെയൊക്കെ മൂലകാരണം, അതാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃത്യാ ഉള്ളതാണ് പ്രകൃതി. എപ്രകാരമാണോ അത് ഒരു മാറ്റവും വരാത്ത, അതിനാണ് പ്രകൃതി എന്ന് പറയും. മൂലപ്രകൃതി, മൂലകാരണമായിട്ടുള്ള പ്രകൃതിയാണ് മൂലപ്രകൃതി. അങ്ങനെയുള്ള ഈ പ്രകൃതിയിൽ നിന്ന് പരിണാമം ഉണ്ടായിട്ട്, ഈ മൂലപ്രകൃതിയിൽ നിന്നും പരിണാമം ഉണ്ടായിട്ട് ഉണ്ടായതാണ് പ്രപഞ്ചം. പുരുഷൻ സൃഷ്ടിച്ചതാണ് പ്രകൃതി. ആ പ്രകൃതിയിൽ നിന്നും ഒരു പരിണാമം വന്നിട്ടാണ് പ്രപഞ്ചം എന്നുള്ളത് ഉണ്ടായത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോ പൂജിക്കുന്നത് ആരെയാണ്? പൂജിക്കുന്നത് ആരെയാണ്? സകളം, നിഷ്കളം എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തില് നമ്മളിപ്പോ ഈ നിവേദ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അപ്പൊ നമ്മൾ ആരെയാ പൂജിക്കുന്നത്? സാക്ഷാൽ പുരുഷനെ തന്നെയാണ് പൂജിക്കുന്നത്. പക്ഷെ ഇവിടെ ആ ഒരു ഭാവത്തിലല്ല തുടക്കത്തിൽ വരുന്നതെന്നേ ഉള്ളൂ. പക്ഷെ പൂജ മുഴുവൻ ലഭിക്കുന്നത് സാക്ഷാൽ പുരുഷന് തന്നെയാണ്. അതേപോലെ തന്നെ ജലം, ഗന്ധം, ഇങ്ങനെ പല രൂപത്തില് പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ജലമുണ്ട്, ഗന്ധമുണ്ട്, പുഷ്പമുണ്ട്, ധൂപം, ദീപം, ഇങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും പൂജയ്ക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിൽ വന്നത് എന്താണ്? അത് സാക്ഷാൽ പ്രകൃതി തന്നെയാണ്. ജലമായിട്ടും ഗന്ധമായിട്ടും പുഷ്പമായിട്ടും ഒക്കെ വന്നിട്ടുള്ളത് പ്രകൃതിയാണ്. അതായത് പുരുഷൻ സൃഷ്ടിച്ചതായ ആ പ്രകൃതിയാണ് ഈ ജലം, ഗന്ധം തുടങ്ങിയ പൂജാദ്രവ്യങ്ങളായി മാറിയിട്ടുള്ളത് എന്നർത്ഥം. അപ്പോഴെന്താണ് പൂജ എന്ന് പറഞ്ഞാൽ? അപ്പൊ നമുക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാ പറയുന്നത്. ആരാണ് പൂജകൻ? ആരാണ് പൂജ്യൻ? എന്താണ് പൂജാദ്രവ്യങ്ങൾ? ഇതിന്റെ ഒരു ഉത്തരമാണ് ശരിക്കും ഇവിടെ കിട്ടുന്നത്. പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ മുഴുവൻ പ്രകൃതിയാണ്. അപ്പൊ ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രകൃതിയെ പുരുഷനിൽ ലയിപ്പിക്കുകയാണ് പൂജ. വലിയ സന്ദേശമാണ്. നമ്മൾ ഈ നിവേദ്യം ദേവന് കൊടുക്കുകയാണ് പൂജയുടെ ആത്യന്തികമായ ലക്ഷ്യം, ഏറ്റവും നല്ല കർമ്മം എന്നൊക്കെ പറയുമ്പോ അക്കൂട്ടത്തിൽ നമുക്ക് അതിനെ വലിയൊരു തലത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ആ പുരുഷനിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതായ പ്രകൃതി, ആ പ്രകൃതിയുടെ വകഭേദങ്ങളായിട്ടുള്ള പല പല ദ്രവ്യങ്ങള്, അതാണ് പൂജാദ്രവ്യങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ആ പൂജാദ്രവ്യങ്ങളെ ദേവന്, അപ്പോ ജലമാണെങ്കിൽ ജലം ദേവങ്കിലേക്ക് ആരാധിക്കുന്നു എന്ന് പറയുമ്പോ പുരുഷൻ സൃഷ്ടിച്ചതായിട്ടുള്ള ജലത്തെ
പുരുഷനിലേക്ക് തന്നെ സമർപ്പിക്കുന്നു. അപ്പൊ പ്രകൃതിയാണല്ലോ ജലം എന്ന് പറഞ്ഞാൽ. ആ പ്രകൃതിയെ ദേവങ്കലേക്ക് തന്നെ സമർപ്പിക്കുമ്പോൾ പ്രകൃതിയെ പുരുഷങ്കലേക്ക് സങ്കല്പിക്കുന്നു എന്നർത്ഥം. അപ്പൊ അതാണ് പൂജ. പ്രകൃതിയെ പുരുഷങ്കലേക്ക് തന്നെ തിരിച്ചു ലയിപ്പിക്കുന്നതാണ് പൂജ എന്ന് പറഞ്ഞാൽ. പൂജ ചെയ്യുന്നയാളാരാ? കാലാത്മാവായിട്ടുള്ള പുരുഷൻ തന്നെ. അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. പുരുഷനിൽ നിന്ന് പ്രകൃതി വേർപിരിയുന്ന സമയത്താണ് കാലം ആവിർഭവിക്കുന്നത്. അതായത് ആ പുരുഷനിൽ നിന്ന് ഒരു പ്രകൃതി ഉണ്ടായി എന്ന് പറഞ്ഞു. ആ പ്രകൃതി ഉണ്ടായ സമയത്ത് ആണ് കാലം എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ടാവുക. ആ പ്രകൃതി ഉണ്ടായി, അതോടനുബന്ധിച്ചാണ് അർത്ഥം കാലം. അതിന് കുറെ ഉണ്ട്. ഈ ശിവതത്വങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശിവൻ ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വരൻ വിദ്യ, നല്ല വിദ്യ, മായ, അശുഭവിദ്യ, ശുഭവിദ്യ, നല്ല വിദ്യ, ശുദ്ധവിദ്യ, അശുദ്ധവിദ്യ, ശുദ്ധവിദ്യ, മായ, അശുദ്ധവിദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വരുന്നൊരു കാലം, കല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ കാലം എന്ന് പറഞ്ഞതും അതോടുകൂടിയാണ് ആവിർഭവിക്കുന്നത്. അപ്പോ ഈ കാലം എന്ന് പറയുന്നത് ഈ പ്രകൃതി എപ്പോഴാണ് ഉണ്ടാവുന്നത് അതിന് ശേഷമാണ് കാലം ഉണ്ടാവുന്നത്. അപ്പോഴേ കാലം ഉണ്ടാവുന്നുള്ളൂ. അപ്പോഴേ കാലത്തിന്റെ ആവശ്യമുള്ളൂ എന്നർത്ഥം. അല്ല വെറും പുരുഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ കാലത്തിന്റെ വിഷയമില്ല. തിരിച്ചങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് വരിക, അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് കാലത്തിന് പ്രസക്തിയില്ല. അങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞുകൂടാ, ഇല്ല എന്നും പറഞ്ഞുകൂടാ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ പുരുഷൻ മാത്രമായിട്ടുള്ള സമയത്ത്. പുരുഷനും പ്രകൃതിയും കാലാത്മാവും ഒക്കെ ആയിട്ടുള്ള ഈ സ്വരൂപം എന്ന് പറയുന്നത് അതിന്റെയൊക്കെ ഒന്ന് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒറ്റ ഒന്ന് തന്നെയാണ്. ഒന്നിൽ നിന്ന് മറ്റതുണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പ്രകൃതി തുടങ്ങിയ കാലം എന്നൊക്കെ പറയുന്നത് ഓരോ ഉപാധികളാണ്. വലിയ ഒരു മഹാകാലത്തിന്റെ ഉപാധികൾ അല്ലെങ്കിൽ സ്വരൂപമായിട്ട് വന്നതാണ് ഇതൊക്കെ. എന്നാൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. ഇത് തമ്മിൽ ലേശം വ്യത്യാസമൊക്കെ ഉണ്ട്. പുരുഷന്റെ പ്രത്യേകത എന്താണ്? പുരുഷൻ എന്ന് പറഞ്ഞാൽ ചേതന ഉള്ളതാണ്, ചൈതന്യമുള്ളത് തന്നെയാണ് പുരുഷൻ. എന്നാൽ പ്രകൃതി അങ്ങനെയല്ല. പ്രകൃതി ശരിക്കും പറയുകയാണെങ്കിൽ ചൈതന്യമുള്ളതല്ല, അത് ജഡമാണെന്നാണ്. ജഡപ്രധാനവുമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പുരുഷൻ ചേരുന്ന സമയത്താണ് പുരുഷൻ ഈ പ്രകൃതിയിലേക്ക് ഒരു ശക്തി കൊടുക്കുമ്പോഴാണ് അത് ഒരു ശക്തി സ്വരൂപമായിട്ട് മാറുക. അങ്ങനെ ആ പ്രകൃതിയുടെ ജഡമായിട്ടുള്ള പ്രകൃതിയില് പുരുഷന്റെ ഒരു ശക്തി വരുന്ന സമയത്താണ് അത് വേറൊരു ജീവാത്മാവ് എന്ന് പറയുന്ന ആ സ്വരൂപത്തിലേക്ക് എത്തുക. അത് ജീവാത്മാവായിട്ട് മാറുക. അതാണ് കാല പുരുഷൻ എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരുഷൻ എന്ന് നമ്മൾ നേരത്തെ കാലാത്മാവായിട്ടുള്ള പുരുഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതിനെയാണ്. ഈ ജഡമായിട്ടുള്ള പ്രകൃതി, പുരുഷൻ സൃഷ്ടിച്ച പ്രകൃതി എന്ന് പറയുന്നത് ജഡം ആണ്. ആ ജഡത്തിലേക്ക് പുരുഷന്റെ തന്നെ ഒരാധിപത്യം വരുന്ന സമയത്ത് അത് കാല ബന്ധമുള്ളതായ പുരുഷനായിട്ട് മാറി. അതാണ് ശരിക്കും നമ്മളൊക്കെ എന്ന് പറയുന്ന ജീവാത്മാവ് എന്ന് പറയുന്ന അവസ്ഥ. ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ, പുരുഷൻ ഉണ്ടാവും, പ്രകൃതി ഉണ്ടാവും. അത് ഒന്നുകില് ചൈതന്യമുള്ളതാണ്, ജീവനുള്ളതാണ്, അല്ലെങ്കിൽ ജഡമാണ്. ചൈതന്യമുള്ള എന്താണോ അതിനാണ് ഓരോന്നിൻ്റെയും ആധികാരികത ഉണ്ടാവുക. എപ്പോഴും അങ്ങനെയാണല്ലോ. നമ്മളിപ്പോ ഒരു പേന, ആ പേനയുടെ അധിപതി ആരാണ്? ജീവനുള്ളതായ നമ്മൾ എന്നാണ് പറയുന്നത്.
ആ പേനയ്ക്ക് ജീവൻ കൊടുക്കണമെങ്കിൽ നമ്മൾ വേണം. അതിനെന്തെങ്കിലും ഒരു പേന കൊണ്ട് എന്തെങ്കിലും എഴുതുക, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ എഴുതിയാൽ ആ പുസ്തകം ജീവനുള്ളതായി. ആ പുസ്തകത്തില് വിഷയങ്ങൾ വന്നു, അപ്പൊ അത് ജീവനുള്ളതായി മാറി. ഒന്നും എഴുതാണ്ടെന്നാൽ അതില്ല. അങ്ങനെയാണ് ഈ ചൈതന്യങ്ങൾ അതിന് കിട്ടുന്നത് എന്നർത്ഥം. ഈ കർത്താവായിട്ടുള്ള ആള്, ആ കർത്താവായിട്ടുള്ള ആൾക്ക് അവനവൻ എന്താണ് ചെയ്യേണ്ടത്, കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്ക് സംസ്കൃതത്തിൽ കാര്യം എന്ന് പറഞ്ഞാല് എന്താണ്, ചെയ്യപ്പെടേണ്ടത്, അതിനെയാണ് കാര്യം എന്ന് പറയും. പിന്നെ പലരും പറയാറുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പണ്ട് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയാറുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ എന്തെങ്കിലും ഒന്ന് വേറെ എന്തെങ്കിലും പറയും, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു വിചാരിക്കുക. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ആൾ പാടിയ പാട്ട് വളരെ നല്ലതാണ്, ഈ കാര്യം പറയാനുള്ളത്. പക്ഷെ അത് സംസ്കൃതത്തിൽ കാര്യമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ചെയ്യപ്പെടേണ്ടതാണ് കാര്യം. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്, അവിടെ പോകണം, അപ്പൊ അതൊരു കാര്യമാണ്, പോകുക എന്നുള്ള കാര്യമാണ്. അപ്പൊ അതാണ് പറഞ്ഞത്. പിന്നെ ഏതൊരു കാര്യത്തിനും കാര്യം എന്ന് പറയുന്നത് ആ കർത്താവിനെ സംബന്ധിച്ച് ആ കാര്യത്തിനെ പറ്റിയിട്ട് നല്ല ബോധം ഉണ്ടായിരിക്കണം. ബോധം എന്നുള്ളത് ആർക്കാ ഉണ്ടാവുക? ബോധം ഉണ്ടാവണമെങ്കിൽ ജീവൻ ഉണ്ടാവണം, അതായത് ചൈതന്യം, ചേതന ഉണ്ടാവണം. അങ്ങനെ വരുന്ന സമയത്ത് പൂജ എന്നുള്ള ക്രിയയുടെ കർത്തൃത്വം ആർക്കാ വരിക? അത് പുരുഷനാണ് വരിക. പുരുഷന് മാത്രമേ വരൂ. കാലാത്മാവായ പുരുഷനാണ് പൂജാകർത്താവ് എന്ന് പറഞ്ഞത് പുരുഷൻ കാലാത്മാവാണ് എന്ന വസ്തുത ബോധിപ്പിക്കാനാണ്. അതായത് ഈ പൂജയുടെ കർത്തൃത്വം പുരുഷനാണ് എന്ന് പറഞ്ഞല്ലോ. ഏത് പുരുഷനാണ്? കാലാത്മാവായിട്ടുള്ള പുരുഷനാണ് പൂജയുടെ കർത്താവ്. പുരുഷൻ എന്ന് പറഞ്ഞാല് കാലാത്മാവാണ്. അതുകൊണ്ട് എന്താ, പൂജകൻ പൂജയുടെ തുടക്കത്തിൽ തന്നെ ആ ഒരു ബോധത്തെ ഉൾക്കൊള്ളണം. ഞാൻ കാലാത്മാവാണ് എന്ന് ഭാവന ചെയ്യണം എന്നിങ്ങനെ ഉള്ള, അങ്ങനെ ഭാവന ചെയ്യുകയാണെങ്കിൽ ആ പൂജകന് കാലാത്മാവായിട്ടുള്ള ആ പ്രകൃതിയെ, പൂജകൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്നർത്ഥം, നമ്മൾ ഓരോരുത്തരും ആ കാലാത്മാവായ പുരുഷനാണ് എന്ന് ധാരണ ഉള്ളിൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ എന്നർത്ഥം. ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പൂജയെ വേണ്ടതുപോലെ ചെയ്യാൻ കഴിയുക. എന്ന് പറഞ്ഞാല് ഈ പ്രകൃതിയെ സാക്ഷാൽ പുരുഷങ്കലേക്ക് തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോ അത് പുരുഷന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സാക്ഷാൽ പുരുഷനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉള്ള ഒരാത്മാവിന് മാത്രമാണ് ഈ ജഡം എന്ന് പറയുന്ന ഈ പ്രകൃതിയെ സാക്ഷാൽ പുരുഷങ്കലേക്ക് സമർപ്പിക്കാൻ സാധിക്കുക. എന്നാലേ പൂജ വൃത്തിയാവുള്ളൂ എന്നർത്ഥം. പിന്നെ സാധാരണ നിലയ്ക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മൾക്ക് ആർക്കും നമ്മളെക്കാൾ എത്രയോ വലിപ്പമുള്ള ഒരു സാധനം എടുത്തിട്ട് എത്രയോ ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും കഴിയില്ല എന്ന് തന്നെ പറയാം. അതായത് നമ്മൾക്ക് പറ്റുന്നതിന്റെ ഒരു അളവുണ്ടാവും. അതിനേക്കാൾ എത്രയോ മടങ്ങ് വലിപ്പമുള്ള ഒരു സാധനം എടുത്തിട്ട് വളരെയധികം ദൂരേക്ക് കൊണ്ടുപോയി വെക്കുക. ഉയരമുള്ള ഒരു സ്ഥലത്തായിക്കോട്ടെ, അത്രയും ഉയരമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ കാലാത്മാവായിട്ടുള്ള പുരുഷൻ കാലാത്മാവായിട്ടുള്ള പ്രകൃതിയെ കാലാത്മാവായ പുരുഷനിൽ ലയിപ്പിക്കുന്നതിനെയാണ് പൂജ എന്ന് പറയുക. അപ്പൊ പറയുമ്പോ ഒക്കെ കാലാത്മാവാണ്, കാലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഈ സാക്ഷാൽ പുരുഷൻ എന്ന് പറയുന്ന
പ്രകൃതിയെ സൃഷ്ടിച്ച ആ പുരുഷനെ സംബന്ധിച്ച് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നും ഇല്ലെങ്കിലും ആ പ്രകൃതിയിൽ സന്നിവേശിച്ച ഒരു പുരുഷനുണ്ട്. ആ പുരുഷന്മാരിൽ പെട്ട ആൾക്കാരാണ് നമ്മളൊക്കെ. ആ നമ്മൾ പുരുഷനാണ് എന്ന ബോധ്യം വരുന്ന സമയത്താണ് പൂജ ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടാവുക. ആ സാക്ഷാൽ പുരുഷങ്കിലേക്ക് പലതിനെ എത്തിക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവുക അപ്പോഴാണ്. അങ്ങനെ എത്തിക്കാൻ സാധിക്കണമെങ്കിൽ ഇതേപോലെ ഒരു പുരുഷൻ ആയിരിക്കണം, ഇല്ലെങ്കിൽ സാധിക്കില്ല. ഇങ്ങനെ സാധിക്കില്ല എന്നർത്ഥം, അല്ലാത്ത പക്ഷം സാധിക്കില്ല. ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂജ കൊണ്ട് എന്താണ് സാധ്യമാവുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതിന്റെ ഫലം എന്താണ്? പ്രകൃതി പുരുഷനിൽ ലയിച്ചാൽ, പ്രകൃതി എന്ന് പറയുന്നത് ഈ പുരുഷൻ സൃഷ്ടിച്ചതാണ്, ആ പ്രകൃതിയെ പുരുഷങ്കലേക്ക് തന്നെ ലയിപ്പിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ കാലത്തിനും അതീതമായ ഒരു കേവല അവസ്ഥയാണ് ഉണ്ടാവുക. കാലത്തിനും അതീതമായിട്ടുള്ള ഒരു കേവലാവസ്ഥയാണ് ഉണ്ടാവുക. ആ അവസ്ഥ വരാത്ത ഒരു പുരുഷൻ, അതാണ് സാധകൻ. സാധകൻ എന്ന് പറയുമ്പോ ആ അവസ്ഥയിലേക്ക് എത്തണ്ട, പക്ഷെ പുരുഷനാണ്. കേവലാവസ്ഥയിലേക്ക് എത്തണ്ട, എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ പൂജകനായിട്ട് അല്ല വരിക, അതിലും അതീതനായി കഴിഞ്ഞു. അപ്പൊ സാധാരണ സാധകൻ എന്ന് പറഞ്ഞാൽ ഈ കേവലാവസ്ഥയിലേക്ക് എത്തില്ല, പക്ഷെ അത് എത്തിക്കാൻ സാധിക്കും. അതിലേക്ക് ഈ ദ്രവ്യങ്ങളെയൊക്കെ എത്തിക്കാൻ സാധിക്കും. ആർക്ക്? ഈ സാധകന്. അങ്ങനെ ഉള്ളയാള പുരുഷനാണ് സാധ്യൻ, സാധകൻ. അത് സാധിച്ച ആളാണ് സാധ്യൻ. ഇതാണ് സാധകനും സാധ്യനും തമ്മിലുള്ള വ്യത്യാസം. കേവലാവസ്ഥ വരാത്ത ഒരു പുരുഷനാണ് സാധകൻ. അത് അതിനുള്ള യോഗ്യത കൈവന്നയാളാണ് സാധ്യൻ. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായല്ലോ? സാധകൻ എന്ന് പറഞ്ഞാൽ കേവലമായിട്ടുള്ള അവസ്ഥയെ ആയിട്ടില്ല, ആള് സാധന ചെയ്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ കുറെ സാധന ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ അവസാനം സാധ്യനായിട്ട് മാറുക. സാധകൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പൂജകളൊക്കെ ദേവങ്കലേക്ക് വേണ്ട പോലെ സമർപ്പിക്കാൻ ശ്രമിക്കും. സമർപ്പിക്കുന്നതൊക്കെ അവിടെ എത്തും, പക്ഷെ പൂർണ്ണമായിട്ടും ആ പുരുഷൻ, ഈ സമർപ്പിക്കുന്നയാള് ആ കേവല ഭാവത്തില് ആയി മാറില്ല. അങ്ങനെയുള്ള ആളാണ് സാധകൻ. എന്നാൽ ആ കേവലാവസ്ഥയിൽ എത്താൻ സാധിച്ച ഒരാളാണ് സാധ്യൻ. സാധ്യനായിട്ടാണ് മാറേണ്ടത്. അതിന് കുറച്ച് പണിപ്പെടണം, കുറെ സാധന ചെയ്യണം, സാധകം ചെയ്യണം. അപ്പൊ ഇനി ഈ സാധനയും സാധ്യനും അതേപോലെ സാധകനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അപ്പോ സാധകനേക്കാൾ മേലെയാണ് സാധ്യൻ. സാധകൻ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മോശക്കാരനാണെന്നല്ല പറഞ്ഞത്, ഇതൊക്കെ സമർപ്പിക്കാൻ സാധ്യമുള്ള ആളാണ്. പക്ഷെ ആ കേവല അവസ്ഥയിലേക്ക് എത്തില്ല. അത് സാധിക്കണമെങ്കിൽ സാധ്യനായി മാറണം. അങ്ങനെ സാധിക്കുന്നയാളെയാണ് സാധ്യൻ എന്ന് പറയാ. ഈ സാധകനെ സംബന്ധിച്ച് ഈ കേവലാവസ്ഥയൊന്നും വേണമെന്നില്ല. അങ്ങനെ ഒരു ലക്ഷ്യം സാധകനെ സംബന്ധിച്ചില്ല, അത് വേണമെന്നില്ല. സാധകൻ എന്താ ചെയ്യുക? ധനം, ധാന്യം, സമൃദ്ധി, അതൊക്കെ സാധകനെ സംബന്ധിച്ച് ആവശ്യമുള്ളൂ. ആ പൂജ കൊണ്ട് അത് മാത്രമേ അയാൾ നേടുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ എപ്പോഴും സാധകൻ തന്നെ. സാധകന് ധനം, ധാന്യം, സമൃദ്ധി ഇല്ല, സാധ്യന് അതുണ്ട് എന്ന വിശേഷമുണ്ട് എന്നേയുള്ളൂ. എപ്പോഴും പൂജയിൽ സാധകന് തന്നെയാണ് സാധ്യത്വം. സാധ്യതാച കർത്തു. പൂജ ചെയ്യുന്ന സമയത്ത് സാധകന് തന്നെയാണ് സാധ്യത്വം എന്ന് പറയുമ്പോൾ സാധകൻ തന്നെയാണ്
അവസാനം സാധ്യനായിട്ട് മാറുക അർത്ഥം. സാധകനെ സംബന്ധിച്ച് ധനം, ധാന്യം ഇതൊന്നും ഉണ്ടാവുന്നില്ല. സാധ്യൻ അതൊക്കെ ഉണ്ട്, അതൊക്കെ ആയിക്കഴിഞ്ഞു എന്നർത്ഥം. സാധ്യൻ ഇതൊന്നും വിഷയമല്ല. അതാണ് സാധ്യന്റെ പ്രത്യേകത. സാധ്യ ശബ്ദത്തിന് പൂജ കൊണ്ട് സാധിക്കേണ്ടത് എന്നും സാധക ശബ്ദത്തിന് പൂജ ചെയ്യുന്ന ആൾ എന്നുമാണല്ലോ അർത്ഥം. സാധ്യൻ എന്ന് പറഞ്ഞാൽ പൂജ കൊണ്ട് സാധിക്കേണ്ട കാര്യം. അങ്ങനെയാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് എടുക്കുക. സാധകൻ എന്ന് പറഞ്ഞാൽ ആ പൂജ ചെയ്യുന്ന ആൾ എന്നുമാണ് അർത്ഥം എടുക്കുക. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഈ രണ്ട് അർത്ഥമായിട്ടുള്ള ഈ വിഷയങ്ങൾ, അതായത് വിഭിന്നാർത്ഥകങ്ങളായ ശബ്ദങ്ങൾ കൊണ്ട് ഒരേ വസ്തുവിനെ വ്യവഹരിക്കാറുമില്ല. ഒരേ കാര്യത്തിനെ തന്നെ ഈ രണ്ട് ഇതിനെ കൊണ്ട് പറയാറില്ലല്ലോ. അപ്പോ സാധ്യനും സാധകനും ഒന്നാണ് എങ്കിൽ, സാധ്യനും സാധകനും ഒന്നാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സാധ്യ സാധക വ്യവഹാരം എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാവുക? സാധ്യനും സാധകനും ഒന്നാണ് എങ്കിലും, ഒന്നാണ്, ശരിക്കും ഒന്ന് തന്നെയാണ്. അപ്പോ സാധകനിൽ ഇല്ലാത്ത പൂജാഫല ഭോക്തൃത്വം എന്ന വിശേഷണം സാധ്യനിലുണ്ട്. അതായത് സാധകൻ ചെയ്യും, പക്ഷെ സാധ്യനാവുന്ന സമയത്ത് എന്താണ്? അതിന്റെ പൂജയുടെ ഫലവും കൂടി അനുഭവിക്കും എന്നർത്ഥം. ആ ഫലവും കൂടി അനുഭവിക്കുന്ന സമയത്താണ് സാധ്യനായിട്ട് മാറുക. അപ്പോ ഒരു സാധകൻ പൂജ ചെയ്തിട്ട് അതിന്റെ ഫലം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ സാധ്യനായി. ഒരേ ആള് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സാധകനാണ്. ആ പൂജയുടെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സാധ്യനായി മാറി. അതാണ് ഈ അർത്ഥം. ഇത് രണ്ടും രണ്ടാളായിട്ടൊന്നും കരുതണ്ട. അർത്ഥം എന്ന് പറയുമ്പോ ഒരാള് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആള്, ആ ആളിങ്ങനെ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇതിന്റെ ഒന്നും ഫലം അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കുക പൂജയുടെ അവസാനത്തിലാണ്. ആ പൂജയുടെ അവസാനത്തിൽ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ ആ ആള് സാധ്യനായി. അത്രേ ഉള്ളൂ. ആ രണ്ട് വ്യത്യാസമാണ്. സാധകൻ പൂജ ചെയ്യുക മാത്രമേ ഉള്ളൂ, ഫലം അനുഭവിക്കുന്നില്ല എങ്കിൽ എപ്പോഴും സാധകനായിട്ട് തന്നെ തുടരും. സാധ്യൻ എന്ന് പറഞ്ഞാൽ ആ പൂജയാകുമ്പോൾ ആ പൂജയുടെ ഫലം അനുഭവിച്ച ആളാണ്. ആ ഫലം സാധ്യമായിട്ടുള്ള ആളാണ് സാധ്യൻ. ഫലത്തെ സാധിച്ചയാളാണ് സാധ്യൻ. പിന്നെ ഈ വിശേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യന് സാധകനിൽ നിന്ന് ഭേദം കൽപ്പിച്ചിട്ട് തന്നെ വിശേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഭേദം കൽപ്പിക്കാമോ? കണ്ണട വെച്ച രാമനും കണ്ണട വെക്കാത്ത രാമനും രണ്ടാണോ? കണ്ണട വെച്ച ഒരു രാമൻ, കണ്ണട വെക്കാത്ത രാമൻ, രണ്ടും രണ്ടാണോ? രണ്ട് രാമന്മാരാണോ? ഒരു ഉദാഹരണം പറഞ്ഞതാണ്. രണ്ടാണെന്ന് വ്യവഹാരമുണ്ടോ? രണ്ടാണെന്ന് തോന്നാറുണ്ടോ? ഇല്ല. പക്ഷെ വേറെ ചിലത് നോക്കൂ. ഇപ്പോ കണ്ണട വെച്ച പല ആൾക്കാരുണ്ടല്ലോ, നമ്മളൊക്കെ തന്നെ. നമ്മൾ കണ്ണട വെക്കാണ്ട് ഉള്ള സമയത്താണെങ്കിൽ വേറെ ആളാണോ? കണ്ണട വെച്ച് കഴിഞ്ഞാൽ ആള് മാറുന്നുണ്ടോ? ആള് മാറുന്നില്ല. അതേ, ആ ഒരു വ്യത്യാസമാണ് ഇതിൽ വരുന്നത്. പക്ഷെ എല്ലാ ദിക്കിലും അങ്ങനെയല്ല. പിന്നെ ഉള്ളയാള് വെക്കാത്ത അവസ്ഥ, ഇല്ലാത്ത ആളും, അത് രണ്ടും വ്യത്യാസമുണ്ട്. അതായത് പട്ടിണിക്കുന്തമായി തെണ്ടിത്തിരിഞ്ഞിരിക്കുന്ന രാമനും മഹാപ്രഭുവായി വിലസി നടക്കുന്ന രാമനും തമ്മിൽ ഭേദമില്ല, ഉണ്ട്. ആ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ ധനം ധാരാളം ഉണ്ട്, അതില് അങ്ങനെ വിലസി നടക്കുന്ന ഒരു രാമൻ. മറ്റേ ആള് ധനവും ഇല്ല, ഒന്നുമില്ല, പൈസയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു രാമൻ. അപ്പോ ഒരു രാമനെ സംബന്ധിച്ച് ഒരു രാമൻ ഈ പറഞ്ഞ പോലെ പണത്തിന്റെ ആയിട്ടുള്ള ഒന്നും പ്രദർശിപ്പിക്കുന്നില്ല. രണ്ട് രാമന്മാരും പ്രദർശിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ആ പൈസ ഇല്ലാത്ത രാമൻ പ്രദർശിപ്പിക്കാത്തതിന്റെ കാരണം എന്താണ്? അയാൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. ആ ആള് ഈ പറഞ്ഞ പോലെ മറ്റേയാൾ അങ്ങനെയല്ല, ഉണ്ടായിട്ടും ചെയ്യാത്തതാണ്. ഉണ്ടായിട്ടും ചെയ്യാത്തതാണ്.
അപ്പോ ഉള്ളയാള് ഉപയോഗിക്കാണ്ട് നിൽക്കുന്ന അവസ്ഥയും ഉപയോഗിച്ചുകൊണ്ടുള്ള അവസ്ഥയും ആകുമ്പോ തമ്മില് ആള് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൂടാ. അതാണ് കണ്ണട വെച്ച രാമനും കണ്ണട വയ്ക്കാത്ത രാമനും ആയാൽ. എന്നാൽ മറ്റേ പൈസ ഇല്ലാത്ത ആൾക്ക് കണ്ണട എന്ന് പറഞ്ഞ സാധനം ഇല്ല. ആ ആള് കണ്ണട വെച്ചില്ല എന്ന് വിചാരിച്ചാൽ മറ്റേ രാമനാവില്ല, ആ പൈസക്കാരനായിട്ടുള്ള രാമനാവില്ല. കാറിൽ വരുന്ന രാമൻ, കാറൊക്കെ ഉള്ള ഒരു രാമൻ എന്ന് വിചാരിക്കാം. ആ രാമൻ കാറിൽ വന്നിറങ്ങി, ആ രാമൻ നടന്നു വന്നു. ഈ കാറുള്ള രാമൻ നടന്നു വന്നാലും വന്ന രാമൻ ഒന്ന് തന്നെയാണ്, കാറുള്ള രാമനും തന്നെയാണ് നടന്നു വന്നത്. പക്ഷെ കാറില്ലാത്ത രാമൻ നടന്നു വന്നു എന്ന് വിചാരിക്കുക. അപ്പോഴ് ഈ നടന്നു വന്ന കാറുള്ള രാമൻ ആവില്ല. അത് രണ്ടും രണ്ട് തന്നെയാണ്. അതാണ് ഈ സാധ്യനും സാധകനും തമ്മിൽ ഒരു വ്യത്യാസമായിട്ട് പറയുന്നത് എന്ന് അർത്ഥം. ഉള്ളയാള് ഇല്ലാത്തയാള് എന്ന് പറഞ്ഞ പോലെ ഉള്ള ആള് സാധ്യൻ എന്ന് പറയുമ്പോൾ സാധിച്ച ഒരാളാണ്. ആ സാധിച്ചയാള് അതിനെ പ്രയോഗിച്ചില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിച്ചാലും ആള് സാധ്യൻ തന്നെയാണ്. പക്ഷെ മറ്റേ ആൾക്ക് അത് കിട്ടിയിട്ടില്ല, അത് സാധകനായിട്ട് മാത്രമേ വരുന്നുള്ളൂ എന്നർത്ഥം. ആ ആള് സാധകൻ തന്നെ എപ്പോഴും ആവുള്ളൂ. അതാണ് പറഞ്ഞതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ഇത് പറഞ്ഞു വരുന്ന സമയത്ത് പിന്നെ ശരിക്കും വ്യത്യാസമുണ്ട് രണ്ട് രാമന്മാരും. രാമൻ എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ വേറെയും ഉദാഹരണം അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. രാമനും കൂലിവേലക്കാരനായിരിക്കുന്ന രാമനും നാട്ടിന്റെ പരമാധികാരിയായിരിക്കുന്ന രാമനും തമ്മിൽ ഭേദമില്ലേ? എന്തിനത്രത്തോളം? ചിരിച്ചു നേരം പോക്ക് പറയുന്ന രാമനും അട്ടഹസിച്ച് അലറിക്കൊണ്ടിരിക്കുന്ന രാമനും തമ്മിൽ പോലും ഭേദമില്ലേ? ചിലപ്പോൾ ചിലരുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഇയാൾ പഴയ ആളെ അല്ലല്ലോ എന്ന് തോന്നിപ്പോകാറില്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാരൊക്കെ, ഇത് പഴയ ആളൊന്നല്ലേ, പക്ഷെ ആളുടെ പെരുമാറ്റം മുഴുവൻ വ്യത്യാസമുണ്ട്. പണ്ട് കണ്ട ആള് പക്ഷെ ആളത് തന്നെ, പക്ഷെ പെരുമാറ്റമൊക്കെ വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ തോന്നുമല്ലോ. പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് ഇയാൾ പഴയ ആളെ അല്ലല്ലോ എന്ന് തോന്നും. എന്നാൽ വിശേഷണ വിധേയമായിട്ട് ഒരേ വസ്തുവിൽ ഭേദബുദ്ധിയും ഭേദവ്യവഹാരവും വരാം. അപ്പൊ ചിലർക്ക് ഈ വിശേഷ ബുദ്ധിയായിട്ട് വിശേഷണമായിട്ട് ചിലർക്ക് ഈ ഭേദങ്ങൾ ഒക്കെ സംഭവിച്ചേക്കാം. അതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പൂജയിൽ സാധ്യനും സാധകനും സ്വതവേ ഒന്നാണെങ്കിലും സ്വതവേ ഈ സാധ്യനും സാധകനും ഒന്ന് തന്നെയാണ്. എന്നാലും സാധ്യനിൽ പൂജാഫലഭോക്തൃത്വം എന്ന മഹത്തായ വിശേഷണമുള്ളത് കൊണ്ട്, അതായത് സാധ്യൻ എന്നുള്ള ആൾക്ക് ഈ പൂജയുടെ ഫലം ലഭിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് കൊണ്ട് ആ സാധ്യന് അധീനമായിട്ട് സാധ്യസാധക വ്യവഹാരവും തീർച്ചയായും വരാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് സാധ്യസാധക വ്യവഹാരങ്ങൾ വരിക എന്നർത്ഥം. സാധകൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, സാധ്യൻ അത് ലഭിച്ചയാളാണ്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് എന്നർത്ഥം. സാധ്യതാച കർത്തു ഫലഭാത്വേന ഉപാധിഭേദാൽ. ഇവിടെ വേറൊരു സംശയം ഉണ്ടാവാം. സാധകൻ പൂജ കൊണ്ട് എന്താണോ നേടുന്നത് അത് തന്നെയാണ് പൂജയുടെ ഫലം എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ശരിക്കും. അതല്ലേ കുറച്ചുകൂടി എളുപ്പം? അങ്ങനെ പറഞ്ഞാലല്ലോ നമുക്കൊക്കെ വേഗത്തിൽ മനസ്സിലാവുക. പക്ഷെ അത് എളുപ്പമായിട്ടുള്ള വഴിയാണ്. എന്തിനാണ് എന്നിട്ടും ഈ സാധകനെ തന്നെയാണ് പൂജ കൊണ്ട് നേടേണ്ടത് എന്നൊക്കെ അർത്ഥമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇത്രയൊക്കെ വളച്ചു കെട്ടിയിട്ട് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതിനെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, സാധകന് താൻ പൂജ ചെയ്യുന്നു എന്നും പൂജ കൊണ്ട് ചില ഫലം നേടുന്നു എന്നും തോന്നുന്നു എങ്കിലും അത് സത്യമല്ല. സാധകൻ പൂജ ചെയ്യുന്നു എന്നും അതിന്റെ ഫലം കിട്ടുന്നു എന്നൊക്കെ തോന്നും, പക്ഷെ അത് സത്യമല്ല.
കാരണം പൂജ ചെയ്യുന്നത് അവനവനല്ല, ആ വ്യക്തിയല്ല, അത് ഞാനല്ല ചെയ്യുന്ന പൂജ, അത് കാലാത്മാവായിട്ടുള്ള പുരുഷനാണ് ചെയ്യുന്നത്, ഞാനല്ല. അതാണ് ഞാൻ ആ കാലാത്മാവായ പുരുഷനാണ് എന്ന് ഭാവിക്കും. അപ്പൊ പൂജ ചെയ്യുന്നത് ആ കാലാത്മാവായിട്ടുള്ള പുരുഷൻ തന്നെയാണ്. ആ കാലാത്മാവായിട്ടുള്ള പുരുഷൻ ചെയ്ത ആ പൂജയുടെ ഫലം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധകൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും സാധ്യൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഉയരണം. ആ കാലാത്മാവായിട്ടുള്ള പുരുഷനാണ് ഞാൻ എന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ടായിരിക്കണം എന്നർത്ഥം. അങ്ങനെ ആകുമ്പോൾ സാധ്യം തന്നെയായി. ചികിത്സ കൊണ്ട് രോഗിക്കുണ്ടാവുന്ന നേട്ടം എന്താ? രോഗം മാറി ആരോഗ്യം കൈവരുന്നു എന്നാണ്. അപ്പോൾ ചികിത്സയുടെ സാധ്യം, ലക്ഷ്യം രോഗമുക്തനും ആരോഗ്യയുക്തനുമായി തീരുന്ന രോഗി താൻ തന്നെയാണ്, അല്ലാതെ തങ്കിൽ നിന്ന് ഭിന്നമായ എന്തെങ്കിലും ഒന്നല്ല. അതുപോലെ പൂജയുടെ സാധ്യം, ലക്ഷ്യം, കർത്തൃത്വ ഭോക്തൃത്വ ഭ്രാന്തി നീങ്ങി തത്വബോധം ഉദിച്ച സാധകൻ തന്നെയാണ്. അപ്പോ ഈ പൂജയുടെ സാധ്യം എന്ന് പറഞ്ഞാല്, ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞാല് കർത്താവ്, ഭോക്താവ് അങ്ങനെയൊക്കെയുള്ള പിന്നെ ചിന്തകൾ നീങ്ങിയിട്ട് തത്വബോധം ഉണ്ടാവണം, തത്വബോധം ഉണ്ടാവണം. അങ്ങനെയുള്ള ആളെ ആ ബോധം ഉണ്ടായ സാധകനാണ് എന്നർത്ഥം. സാധകൻ മനസ്സിലാക്കിയേ തീരൂ എന്ന് മനസ്സിലാക്കാനാണ് സാധകൻ തന്നെയാണ് സാധ്യൻ എന്ന് പറയുന്നത്. ഈ സാധകൻ എന്ന് പറഞ്ഞാൽ സാധ്യനാണ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല്, അത് നമ്മൾ ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സാധ്യനായി മാറാൻ പറ്റുള്ളൂ എന്നർത്ഥം. ഇതില് ആ ശ്ലോകത്തിലെ ഹവനാദിഷു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഹവനാദിഷു സാധ്യതാചകർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹവനങ്ങളിൽ, ഹവനം തുടങ്ങിയവയിൽ, ഹവനം തുടങ്ങിയ വെച്ചാൽ പൂജ ഒക്കെ ഉൾപ്പെടാം. ഇവിടെ ആദ്യപദം കൊണ്ട് ജലഗന്ധാദി സമർപ്പണം ഉൾക്കൊള്ളുന്ന പൂജാഭേദങ്ങളെ എല്ലാം ഗ്രഹിക്കാവുന്നതാണ് എന്ന് മാത്രമല്ല, പത്രം, പുഷ്പം, ഫലം, തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന ഏതർച്ചനയെയും ഗ്രഹിക്കാവുന്ന, ഏത് തരത്തിലുള്ള അർച്ചനയാവാം. നമ്മളിപ്പോ ചെയ്യുന്ന പൂജ തന്നെ ആയിക്കൊള്ളുന്നില്ല. ഈ പിന്നെ ഭക്തി കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള അങ്ങനെയുള്ള പൂജകളും ആവാന്നർത്ഥം. സമർപ്പണം ആയിട്ടുള്ളതും അതിനൊക്കെ ഇതിൽപ്പെടുത്താം. നമ്മൾ ഈ ചെയ്യുന്ന പൂജാവിധാനം തന്നെ ആയിക്കൊള്ളുന്നില്ല എന്നർത്ഥം. അതിലൊക്കെ സാധകൻ, സാധ്യൻ എന്നുള്ള വിഷയങ്ങളൊക്കെ അവിടെയൊക്കെ വരുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ ഈ ചെയ്യുന്ന പൂജയിൽ മാത്രമല്ല, അവിടെയൊക്കെ ഏത് തരത്തിലുള്ളതായാലും ശരി, എങ്ങനെയുള്ളതിലായാലും ശരി, പൂജാദ്രവ്യത്തില് നമ്മൾ നേരത്തെ ആദ്യം മുതലേ പറയുന്ന മലധാതു രസ വിഭജനം, രസം, മലം, ധാതു, രസം ഇതായിട്ട് മൂന്നായിട്ട് തിരിച്ചതും, പിന്നെ രസം, സോമ, പ്രകൃതിയായിട്ട് വിഭജിക്കുക, അതൊക്കെ നമ്മൾ നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ അതൊക്കെ അതിലും ചെയ്യാം. അങ്ങനെയുള്ള പൂജകളിലും ആവാന്നർത്ഥം. ഇനി പത്രം തുടങ്ങിയവത് എന്നില്ല, പാട്ടാവാം, പാട്ടുകൊണ്ട് പൂജയാവാം. വാദ്യപൂജയാവാം, വാദ്യം ഇങ്ങനെ കൊട്ടിയും കൊണ്ടുള്ള പൂജ, അങ്ങനെ ഒരു സമർപ്പണമുണ്ട്, അത് പൂജയാവാം. നൃത്തം ചെയ്യുക, ചിലരങ്ങനെയാണ്, ആ ഭഗവാന്റെ മുന്നിൽ നൃത്തം ചെയ്താൽ അതെന്റെ പൂജയായി മാറും, അതും ആവാം. ഇതൊക്കെ ഗ്രഹിക്കാം. ആദി എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ആവാന്നർത്ഥം. ഈ ഗീതം, പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതും ത്രിഗുണാത്മകങ്ങളാണ്, 3 ഗുണങ്ങളോട് കൂടിയത് തന്നെയാണ്. അത് സമർപ്പിക്കുന്ന സമയത്തും ഈ പറഞ്ഞ പോലെ ഈ പാട്ട് ആയാലും അതൊക്കെ സമർപ്പിക്കുമ്പോൾ അതിലൊക്കെ ഈ മലധാതു രസ വിഭജനമൊക്കെ പറ്റും. ഒരു പാട്ട് പാടുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിലുള്ള നല്ല അംശങ്ങള്, പ്രകൃതി അംശങ്ങളൊക്കെ ആയിട്ട് മലം, ധാതു, രസം ഇതൊക്കെ അതിലും പെടും. നമസ്കാരാണെങ്കിലോ അവിടെ അതും ഇവിടെ ആദിപദ ഗ്രാഹ്യം തന്നെ. നമസ്കാരം എന്ന് വെച്ചാൽ അവനവനെ തന്നെ സമർപ്പിക്കലാണല്ലോ. അപ്പോൾ അവിടെയും ആവാമല്ലോ മലധാതു രസം. അപ്പോ ഒരു നമസ്കരിക്കായാൽ കൂടെ ഈ മലം, ധാതു, രസം ഈ പറഞ്ഞ തരത്തിലുള്ള എല്ലാ ഭാവനകളെയും ചെയ്യാൻ പറ്റും. ഏത് തരത്തിലുള്ള പൂജ ആയാലും ഈ പ്രകൃതി, പുരുഷൻ ഇത് തമ്മിലുള്ള ഐക്യം ഇതിലൊക്കെ കൽപ്പിക്കാൻ പറ്റും. ഒന്ന് പുരുഷനായിട്ടും ഒന്ന് പ്രകൃതിയായിട്ടും പിന്നെ ആ പൂജ എന്ന് പറയുന്നത് ഐക്യമായിട്ടും നമുക്ക്
കൽപ്പിക്കാൻ സാധിക്കുന്ന അർത്ഥം. അപ്പൊ എന്ത് പ്രവൃത്തിയായാലും ശരി അതൊക്കെ നമ്മുടെ ഭാവന കൊണ്ട് പൂജയാക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭഗവാനുള്ള ഒരു പൂജയാണ് എന്ന് കരുതിക്കൊണ്ട് ചെയ്താൽ അത് വൃത്തിയാവും. ആ വൃത്തിയായാൽ അത് ഭഗവാനുള്ള പൂജയായി മാറി. ഞാനിപ്പോ എന്തെങ്കിലും ഒന്ന് എഴുതാൻ പോവാണ്, കുറച്ച് കാര്യങ്ങൾ എനിക്ക് എഴുതണം തോന്നി, ഞാൻ എഴുതുന്നു. അപ്പൊ അത് ഭഗവാന് ഉള്ള സമർപ്പണമായിട്ട് നമ്മൾ കരുതിയാൽ, ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാൽ അതും ഒരു പൂജയാണ് എന്നർത്ഥം. അവിടെയും ആ സമർപ്പണം തന്നെ വരുന്നു. അപ്പൊ സാധ്യനാവുന്നു, സാധകൻ സാധ്യനായി മാറാം, ഏതിലും അർത്ഥം. പ്രകൃതി എന്നതിനെ ജഡസമഷ്ടി എന്ന പുരുഷൻ എന്ന ചൈതന്യ സമഷ്ടിയിൽ ലയിപ്പിച്ച്, പ്രകൃതിയെ നമ്മൾ ജഡമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ പ്രകൃതി മൊത്തം ജഡമാണ് എന്ന് പറഞ്ഞു. അപ്പൊ പുരുഷൻ എന്നുള്ളത് ചൈതന്യ പരിപൂർണൻ ആണ്, ചൈതന്യത്തിന്റെ സമഷ്ടിഭാവം. ആ പ്രകൃതി എന്ന ജഡ പൂർണമായിട്ടുള്ളതിനെ പുരുഷൻ എന്ന ചൈതന്യപൂർണമായിട്ടുള്ളതിലേക്ക് ലയിപ്പിക്കുക. അപ്പൊ അവിടെ പരിപൂർണമായ അദ്വൈതം കൈവരുത്തുക, അതാണ് പൂജ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ജലം, ഗന്ധം തുടങ്ങിയവയിലൊക്കെ മലധാതുക്കളെ സമർപ്പിക്കുക, അതിനുള്ള യോഗ്യങ്ങളായിട്ട് വേർതിരിക്കുക. ഇതൊക്കെ ശരിയായോ, ശരി തന്നെയാണോ? അപ്പൊ അതിനൊക്കെ സമർപ്പിക്കാൻ പറ്റാത്ത പ്രകൃതി പുരുഷനുമായിട്ടുള്ള കൂടിച്ചേരൽ പൂർണ്ണാവില്ല എന്നൊരു തോന്നൽ, ഒരു സംശയം നമുക്കുണ്ടാവാം. അതിനെ കൊണ്ട് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ജലഗന്ധാദികളിലെ രസത്തോടൊപ്പം അവയിലെ ഭൂത സൂക്ഷ്മ വ്യഷ്ടിയും സോമത്തോടൊപ്പം ഭൂത സൂക്ഷ്മ സമഷ്ടിയുമേ സമർപ്പിക്കപ്പെടുന്നുള്ളൂ. എന്നാൽ അവയിലെ പ്രകൃതിയോടൊപ്പം സമർപ്പിക്കപ്പെടുന്നതോ, അതായത് ജലം, ഗന്ധം തുടങ്ങിയതിലുള്ള രസം സമർപ്പിക്കുന്നതിനോട് കൂടെ ആ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ട സൂക്ഷ്മമായിട്ടുള്ള വെവ്വേറെയായിട്ടുള്ള ഭാവത്തെയാണ് സമർപ്പിക്കുന്നത്. ആ അതായത് ആ രസത്തിനോടൊപ്പം ഭൂത സൂക്ഷ്മ സമഷ്ടിയും ആണ് സമർപ്പിക്കപ്പെടുന്നത്. എന്നാല് അവയിലെ പ്രകൃതി ആണ് സമർപ്പിക്കുന്നതെങ്കിലോ, അവിടെ ജലം, ഗന്ധം തുടങ്ങിയവയുടെ ഓരോന്നിനോരോ കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങളായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മങ്ങളുടെയും അതിൻ്റെയും കാരണങ്ങളായിട്ടുള്ള പലതും ഉണ്ട്. അഹങ്കാരം, മഹത്തത്വം, മൂലപ്രകൃതി, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ സമർപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. എന്നാല് അങ്ങനെയൊക്കെ സമർപ്പിച്ചാൽ പിന്നെ സമർപ്പിക്കപ്പെടാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു ജലം സമർപ്പിക്കുമ്പോ അല്ലെ ഒരു ഗന്ധം സമർപ്പിക്കുമ്പോ അതിൻ്റെ ഏറ്റവും പ്രകൃതി ആയിട്ടുള്ളതിനെ സമർപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറത്തേക്കൊന്നും സമർപ്പിക്കാനില്ല. ഇപ്പൊ മലം, ധാതു, ഇതിലൊക്കെയുള്ള അതൊക്കെ ഈ മൂലപ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതിനൊന്നും നമ്മൾ ഉൾക്കൊള്ളുന്നില്ല എന്നെങ്കിൽ പൂജയില് പ്രകൃതിയും പുരുഷനുമായിട്ട് ലയം എങ്ങനെയാ ഉണ്ടാവാൻ വിഷമാണ്. ജലം, ഗന്ധം തുടങ്ങി എന്ത് സമർപ്പിച്ചാലും അവിടെ പിന്നെയും ഉണ്ടാവും. നമ്മൾ എന്തൊക്കെ സമർപ്പിച്ചാലും പിന്നെയും ബാക്കി ഉണ്ടാവില്ലേ? ബാക്കി ഉണ്ടാവും. അപ്പൊ അങ്ങനെ അർപ്പിക്കാൻ സാധിക്കാത്ത ധാരാളം വസ്തുക്കൾ. അങ്ങനെയാണെങ്കിൽ ശരിക്കും ഭാവന ഇല്ലെങ്കിൽ പൂജ പൂർണ്ണമാവില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ പൂജ പൂർണ്ണമാവുന്ന തരത്തിൽ വരണമെങ്കിൽ ഇതിന്റെയൊക്കെ പ്രകൃതിയെ തന്നെ സമർപ്പിക്കുക ആണ് വേണ്ടത്. യാദൃശി ഭാവനായസ്യ സിദ്ധിർഭവതി താദൃശി. യാതൊരു തരത്തിലുള്ള ഭാവനയാണോ യാതൊരാൾക്കുള്ളത്, അപ്പൊ അങ്ങനെയുള്ള സിദ്ധിയാണ് നമുക്ക് ഉണ്ടാവുക എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു വലിയൊരു സമർപ്പണം തന്നെയാണ് ഈ 7ാമത്തെ ശ്ലോകത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പ്രകൃതി
പ്രകൃതിയായിട്ടുള്ളതിനെ തന്നെ സമർപ്പിക്കുക. അപ്പൊ അതിന്റെ ഈ നിവേദ്യമാണെങ്കിൽ അതിൽ പലതരത്തിലുള്ള ഭേദങ്ങൾ കൽപ്പിച്ചു. ആ കൽപ്പിച്ചതിൽ തന്നെ പ്രകൃതിയായിട്ടുള്ളതിനെ സമർപ്പിക്കുമ്പോൾ ആണ് പലതും നമുക്ക് സാധ്യമാവുക. അപ്പോഴാണ് നമ്മൾ സാധ്യനായിട്ട് മാറുക. അതുവരെ നമ്മൾ സാധകനായിട്ടാണ് തുടരുക. അപ്പൊ നമുക്ക് സാധിക്കേണ്ടത് ആ പ്രകൃതിയെ തന്നെ സമർപ്പിക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന പൂജയുടെ നിവേദ്യത്തിലൊക്കെ ആ ഒരു ഭാവനയെ കാണാൻ സാധിക്കണം. അതായത് ഒരു പ്രകൃതിയാണ് എന്നും ആ പ്രകൃതിയെ പ്രകൃതിയിലുള്ളതായിട്ടുള്ള ആ ജഡാവസ്ഥയിലുള്ളതായ പുരുഷന്റെ ചേതനയുള്ള വിഷയങ്ങളിലൊക്കെ ലയിച്ചിട്ടുള്ളതായ അതിനെ ആ പ്രകൃതിയിലേക്ക് തന്നെ പ്രകൃതി എന്നല്ല പുരുഷനിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള തരത്തിൽ ഭാവന ചെയ്യാൻ നമുക്ക് സാധിക്കുമ്പോൾ നമ്മൾ സാധ്യനായിട്ട് മാറും. ആ പൂജയുടെ ഫലം ഉണ്ടായിക്കഴിഞ്ഞാലാണ് സാധ്യനാവുക. അപ്പൊ സാധ്യനായി മാറി എന്ന് പറഞ്ഞാൽ പൂജയുടെ ഫലം നമുക്ക് സിദ്ധിച്ചു എന്നർത്ഥം വരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നിർത്തിയിട്ട് ആയാലും മതി.